ഹലോ. ഹലോ, മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ആരാ? ഈ സൗണ്ട് ഒന്ന് ഓർത്തു നോക്കിയേ. രാജേഷ് ഇല്ലയോ? ആ ഇതൊക്കെ ഉണ്ടോ? അപ്പൊ നാളായല്ലോ വിളിച്ചിട്ട്. അപ്പൊ മറന്നില്ലല്ലേ? ഇല്ല, എങ്ങനെ മറക്കും? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഇങ്ങനൊക്കെ പോകുന്നു. ഒത്തിരി നാളായി ഒന്ന് വിളിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടന്നില്ല ഇതുവരെ. അത് കാര്യം എപ്പോഴെങ്കിലും തോന്നിയല്ലോ ഒന്ന് വിളിക്കാൻ. മറ്റേ ബാബുണ്ണന്റെ ഫോണൊക്കെ ഉണ്ടോ? ബാബുണ്ണന്റെ ഫോണൊക്കെ ഉണ്ട്. വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. എത്ര നാളായി പോയിട്ട്? ഇപ്പം 2 വർഷം. 2 വർഷമായില്ലേ? 2 വർഷമായി പോയിട്ട്. എന്തുണ്ട് വിശേഷം? എന്തോന്ന് വിശേഷം, ഇങ്ങനെ പോന്ന്. രാവിലെ ജോലിക്ക് ഇറങ്ങി പോവും, വൈകിട്ട് കയറി വരും. നമ്മൾ ഒറ്റത്തടിയായിട്ട് ഇരിക്കുന്ന നമുക്ക് എന്ത് വിശേഷം? എന്താ ഒറ്റത്തടിയായി പോയെ? കല്യാണം കഴിക്കാത്തോണ്ട്. കല്യാണം എന്താ കഴിക്കാന്? ആലോചനയൊന്നും ഇല്ലയോ? നോക്കുന്നുണ്ട്. ചവറ അടുത്ത ഞായറാഴ്ച ചവറയിൽ ഒരു പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഗീത ചേച്ചിയുടെ അത്രയും ഹൗസിംഗ് ഒന്നും വരത്തില്ല. പിന്നെ അതെന്താ പിന്നെ? അതൊക്കെ ചുമ്മാ പറയുന്നേ. ഗീത ചേച്ചിയുടെ അത്രയും ഹൗസിംഗ് വരത്തില്ല. ഗീത ചേച്ചിയുടെ ഹൗസിങ്ങിനോടായിരുന്നല്ലോ എനിക്ക് വലിയ താല്പര്യം. പിന്നെന്താ? പിന്നെ ഇപ്പൊ ഗീത ചേച്ചി ഒറ്റയ്ക്കുള്ള ജീവിതം ഇല്ലയോ? എങ്ങനുണ്ട് ഒറ്റയ്ക്കുള്ള ജീവിതം? ഒരു രസവും ഇല്ല. വരുന്നൊന്നും ഇല്ലയോ? അതിപ്പോ ഞാനങ്ങോട്ട് ചോദിക്കാൻ പോയതാ. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങോട്ട് വരട്ടെ എന്ന്. എന്താ പിന്നെ? അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനുണ്ട്, നിങ്ങളുടെ അമ്മയുണ്ട്. പിന്നെ ഒന്നും കുഴപ്പമില്ല. നമുക്കെന്തെങ്കിലും പോയാൽ കാണാം. അത് ശരി. ഇത് പിള്ളേര് സ്കൂളിൽ പോയോ? സ്കൂളിൽ പോയി. അച്ഛൻ കടയിൽ പോയോ? അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം കടയിലോട്ട് പോയി. അമ്മയുണ്ട് അപ്പുറത്തെങ്ങാണ്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഈ ഫോൺ ചെയ്യുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ എന്റെ മുറിയിലിരിക്കുക. അത് ശരി. ഭാഗ്യം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, കല്യാണമൊക്കെ ആയി വരികയാണ്. അപ്പൊ എനിക്ക് ഒന്ന് കൈ തെളിയണം, നല്ല പോലൊന്ന്, പഴയതുപോലല്ല. അത് ശരിയാ. ഇത് ചേച്ചിക്ക് കൊണ്ട് നിൽക്കല്ലേ. പിന്നെ ഞാൻ വിളിക്കണം കുറെ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നേ. ചിന്ന തിരക്കൊക്കെ ആണല്ലോ. ഞാൻ രാവിലെ അങ്ങ് ഇറങ്ങി പോത്തില്ലയോ? ഇറങ്ങി പോയാ പിന്നെ ഞാനും വിചാരിക്കും ചേച്ചി ഒന്ന് വിളിക്കണം. പിന്നെ ഇവിടെ വീട്ടിലോട്ട് വന്ന് കയറി കഴിയപ്പം അമ്മയുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇറങ്ങി റോഡിലൊക്കെ പോകുമ്പോ പിന്നെ കൂട്ടുകാരുണ്ട്. അവന്മാർക്ക് പിന്നെ സംശയമാവും. ഒന്നാമത് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരുത്തൻ. ഇനി അത് മതി പേര് ദോഷത്തിന്. കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യ്, ഞാനേ നോക്കട്ടെ. പറ്റുമെന്നുണ്ടെങ്കിൽ അടുത്ത ഞായറാഴ്ച ഞാൻ അങ്ങോട്ട് വരാം. എപ്പോ വരാനാ? എങ്ങനെയുണ്ട് പെണ്ണൊക്കെ? പെണ്ണ് കൊള്ളാം, അടിപൊളി. വെളുത്ത ഒരു പെണ്ണാണ്. എന്നാലും ചേച്ചിയുടെ അത്രയും തടിയൊന്നുമില്ല. പിന്നെ ഫ്രണ്ടും ബാക്കും ഒക്കെ വലിയ കുഴപ്പമില്ല. ചേച്ചിയുടെ അത്രയും ഇല്ലെങ്കിൽ പോലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നാളൊക്കെ ചെയ്തു. നമ്മളെയൊക്കെ മറക്കരുത് അന്നേരം. അതെങ്ങനാ മറക്കുന്നേ? നമ്മുടെ കൈനീട്ടം കിട്ടിയതല്ലേ. ഓർമ്മ മതി. തീർച്ചയായിട്ടും ഓർക്കുമല്ലോ. മാത്രല്ല എനിക്കിനിപ്പോ നല്ലപോലെ പഠിച്ചെടുക്കണം. ഇപ്പോഴത്തെ പെൺപിള്ളാരാ. പണ്ടത്തെ പെണ്ണൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ അവരെല്ലാം പഠിച്ചോണ്ടായിരിക്കും നമ്മുടെ അടുത്തോട്ട് വരുന്നത്. അറിയാമല്ലോ നിങ്ങള് പെണ്ണുങ്ങളെ സ്വഭാവം. അതൊക്കെ കുഴപ്പമില്ല. രാജേഷിന്റെ കൈ കിട്ടിയ അതൊക്കെ ശരിയാവും. ചേച്ചിക്ക് അറിയാല്ലേ. പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ആഹാരമൊക്കെ കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ച്.
മീനൊക്കെ എന്ത് ഒരു വരുന്നു? മൂടും ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ ഒരു രസവും ഇല്ല ജീവിതം. ആ അത് ശരിയാ. അത് ഒരു കാര്യം ചെയ്യും, ഞാൻ ഞായറാഴ്ച വരട്ടെ, മൂടാക്കി തരാം കേട്ടോ. ഓ അല്ലേലും പിന്നെ ഭർത്താക്കന്മാരും ഇല്ല, ആരും ഇല്ലാത്ത സമയത്ത് പെണ്ണുങ്ങൾക്ക് ഒരു മൂട് കാണത്തില്ല. എനിക്ക് സമയം കിട്ടത്തില്ലായിരുന്നു ഗീത ചേച്ചി, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നേനെ. പിന്നെ കല്യാണാലോചനയൊക്കെ തുടങ്ങിയ ശേഷമാണ് ഞാൻ പിന്നെ പിന്നെ വലുതായിട്ട് വിളിക്കാഞ്ഞത്. ചേട്ടൻ ഇനിയും വരുന്നത് ഇനിയും 2 വർഷം തന്നെ ഇപ്പൊ ആയി. ഇനിയിപ്പൊ ലീവൊന്നും ഇല്ലെന്ന് പറയുന്നതായിട്ട്. ശരിയാ. പിന്നെ ഇനി ഇഷ്ടംപോലെ പൈസ ഒക്കെ ആയി കാണുമല്ലോ. ഓ പൈസ മാത്രം മതിയോ? അത് ശരിയാ, പൈസ മാത്രം പോരാല്ലോ. ഒരു പെണ്ണിന് പൈസ മാത്രം കൊണ്ട് എന്താ ചെയ്യാനാ? അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ആവണ്ണം പൈസ അയച്ചു തരാം, ബാക്കി ഞാൻ തരാം. എന്താ? ശരി, ഓക്കെ. ശരി, എന്നാ ഞാനങ്ങോട്ട് വിളിക്കാം പിന്നെ ഒരു ദിവസം കേട്ടോ. ഓ ശരി ശരി. എന്നാ ഓക്കെ. ശരി ശരി.